നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്ന കുട്ടികളുടെയും ഇവിടെ നടക്കുന്ന പരിശീലനത്തെയും വിശദമായ വിവരങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സ്കൂൾ കായിക മേളയോടനുബന്ധിച്ച് ഉപജില്ല ജില്ലാതല മത്സരങ്ങൾ പങ്കെടുത്ത് സംസ്ഥാന ഒളിമ്പിക്സിലേക്ക് പങ്കെടുക്കുന്ന കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ഒരു സംഘം തന്നെ ഈ സ്കൂളിലുണ്ട്. ഇവിടെ സ്കൂൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങളെ കുറിച്ചും കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കലാകായിക രംഗത്ത് വളരെ മികവുറ്റ നേട്ടമാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കലാരംഗത്ത് വളരെ മികച്ച നേട്ടം കുട്ടികൾ കൈവരിക്കാൻ സാധിച്ചു. ജില്ലയിൽ ഉൾപ്പെടെ സ്റ്റേറ്റ് തലത്തിൽ ഉൾപ്പെടെ കുട്ടികൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കായിക രംഗത്ത് വലിയ മികവുറ്റ നേട്ടമാണ് കുട്ടികൾക്കുണ്ടായിട്ടുള്ളത്. ഏകദേശം 40ഓളം കുട്ടികൾ സബ് ജില്ലയിൽ നേട്ടം കൈവരിക്കുകയും ജില്ലയിൽ ഏകദേശം 16 കുട്ടികൾ ജില്ലയിൽ മത്സരത്തിന് എത്തുവാൻ വേണ്ടി അവർ ഗ്രേഡ് നേടുകയും ചെയ്തു. സ്റ്റേറ്റ് തലത്തിൽ ഇപ്പോൾ 8 കുട്ടികളാണ് എത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ബോക്സിങ്, അതുപോലെ ക്രിക്കറ്റ്, ജൂഡോ, അതുപോലെ ഫുട്ബോൾ തുടങ്ങിയ മത്സരത്തിലാണ് കുട്ടികൾ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് കൊല്ലം ജില്ലയിലെ മികവാർന്ന ഒരു സ്കൂളാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ അധ്യാപകർക്കുള്ള പങ്ക് മഹത്തരമാണ്. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ കലാകായിക മേഖലയിലും മികവുറ്റ നേട്ടം കൈവരിക്കുവാൻ എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പങ്കുവഹിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ്. കായികാധ്യാപകരും അതുപോലെ മറ്റ് സബ്ജക്റ്റ് അധ്യാപകരും വളരെ മികവുറ്റ നേട്ടമാണ് നമ്മുടെ സ്കൂളിന് കൈവരിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലെ വളരെ മികവാർന്ന ഒരു സ്കൂളായിട്ട് മാറുവാൻ എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നേട്ടത്തിൽ വളരെ അഭിമാനം കൊള്ളുന്നു. നമുക്ക് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടമാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നന്ദി രേഖപ്പെടുത്തുക. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി പരിഷ്കാരങ്ങൾ ഈ വർഷം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കി വരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം കായിക മേഖലയിലും ആ മാറ്റം പ്രകടമാണ്. ഈ വർഷം മുതൽ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് നടക്കുന്ന എല്ലാ രീതിയിലും ഒളിമ്പിക്സിന് മത്സരങ്ങൾ നടക്കുന്ന എല്ലാ രീതിയിലും വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ വർഷം ഒക്ടോബർ 4 മുതൽ 10 വരെ കൊച്ചി കടവന്ത്ര കേന്ദ്രീകരിച്ച് എറണാകുളം ജില്ലയിൽ 19 സ്റ്റേഡിയങ്ങളിലായി സ്കൂൾ ഒളിമ്പിക്സിന്റെ സ്കൂൾ തല മത്സരങ്ങൾ നടക്കുകയാണ്. ഏകദേശം 40-ൽ പരം വരുന്ന ഇനങ്ങളും 22,000-ൽ പരം വരുന്ന കായിക പ്രതിഭകളുമാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഈ നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിൽ നമ്മുടെ എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളും അതിന്റെ ഭാഗമായി മാറുകയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ സംസ്ഥാനതല കായിക മത്സരങ്ങളിൽ ഈ സ്കൂൾ ഒളിമ്പിക്സ് ആദ്യമായി സംസ്ഥാന തലത്തിൽ നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിൽ എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും
വിദ്യാർത്ഥികൾ 4 ഇനങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ്. ജൂഡോ, ബോക്സിംഗ്, സ്വിമ്മിങ്, ഫുട്ബോൾ അടക്കം 4 ഇനങ്ങളിലും വിദ്യാർത്ഥികൾ ഈ എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പങ്കെടുക്കുന്നു. ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, കായിക പ്രതിഭകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം വളർന്നു വരുന്ന വലിയ കായിക താരങ്ങളാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. 2024-25 അക്കാഡമിക് ഇയറിൽ നമ്മൾ എഴുപ്പുറം സ്കൂളിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ദേശിംഗനാട് മുട്ര സോക്കർ ക്ലബിന്റെയും ചേർന്ന് ഒരു അക്കാഡമി, റെസിഡൻഷ്യൽ അക്കാഡമി ആരംഭിച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് തന്നെ സുബ്രത മുഖർജി കപ്പ് സബ് ജില്ല വിൻ ചെയ്തു, അതുപോലെ ജില്ലാ തലത്തിൽ വിൻ ചെയ്തു, സ്റ്റേറ്റ് തലത്തിൽ നമ്മൾ നല്ല മികച്ച പ്രകടനം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. അതായത് നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികളാണ് ഈ നിൽക്കുന്ന എല്ലാവരും. അതുകൂടാതെ തന്നെ അസോസിയേഷന്റെ സബ് ജൂനിയർ തലത്തിലും ജൂനിയർ തലത്തിലും അങ്ങനെ 2 കാറ്റഗറിയിൽ നിന്നായിട്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അതിൽ സ്റ്റേറ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ ജില്ലാതല അസോസിയേഷനിൽ നിന്ന് സെലക്ഷൻ കിട്ടി മുന്നോട്ട് പോകുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഈ കുട്ടികൾ തന്നെ പലതരത്തിലുള്ള ഗെയിംസിൽ, അതായത് അത്ലറ്റിക്സ്, റണ്ണിങ്, ജമ്പിങ്, ത്രോയിങ് തുടങ്ങിയ എല്ലാ ഇവന്റിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള പരിശീലനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും കൃത്യമായ രീതിയിലുള്ള പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഈ അച്ചീവ്മെന്റ്സ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. നിവേദ്യ എസ് എന്ന് പറയുന്ന ഈ കുട്ടി നമ്മുടെ ജില്ലാതല റവന്യൂ സ്കൂൾസ് ഒളിമ്പിക്സിൽ ജൂഡോയിൽ സിൽവർ കരസ്ഥമാക്കിയിരുന്നു. വളരെ നല്ല രീതിയിൽ ചിട്ടായ പ്രാക്ടീസിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സബ് ജില്ലയിൽ ഫസ്റ്റ് വരികയും ജില്ലയിൽ നല്ലൊരു കോമൺ ഫൈറ്റ് നേരിടേണ്ടി വന്നായിരുന്നു. അതുകൂടാതെ തന്നെ ചെറിയൊരു ഈക്വൽ ആയിട്ടുള്ള ഒരു പോയിന്റിന്റെ ബലത്തിലാണ് ആ ഒരു സ്റ്റേറ്റിലോട്ട് പോകേണ്ട ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. എങ്കിലും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച നിവേദിക്ക് ഇത് ജാൻസി ബിജു 8E പഠിക്കുന്ന കുട്ടിയാണ്. സബ് ജില്ലാതല സ്കൂൾസ് സ്വിമ്മിംഗ് കോമ്പറ്റീഷന് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഫസ്റ്റ് വരികയും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്ന് ജില്ലാതല മത്സരത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് 5-6 മാസത്തോളം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നമ്മൾ ഒരു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ അക്വാട്ടിക്സിലേക്ക് ഒരു മുതൽക്കൂട്ടായി നമ്മൾ കാണുന്ന ഒരു കുട്ടിയാണ് ജാൻസി ബിജു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ജാൻസി ബിജു. നമ്മുടെ എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോക്സിങ്ങിൽ വിൻ ചെയ്ത്, അതായത് ജില്ലാതലത്തിൽ വിൻ ചെയ്ത് നിൽക്കുന്ന കുട്ടികളാണിത്. ഇവരെല്ലാം തന്നെ സംസ്ഥാന സ്കൂൾ ബോക്സിംഗ് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾ കൂടിയാണ്. ഇത് ബിജു സാറ് നമ്മുടെ സ്കൂളിലെ ബോക്സിങ്ങിന്റെ കോച്ചാണ്. സാറ് മറ്റു കാര്യങ്ങൾ ഈ കോച്ചിങ്ങിനെ പറ്റി സംസാരിക്കും. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ ഈ മാനേജ്മെന്റിന്റെ തന്നെ LP UP ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. 24 വർഷം കൊണ്ട് ഞാൻ ബോക്സിംഗ് ഫീൽഡിലുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ സ്കൂളിൽ നിന്ന് സംസ്ഥാന സ്കൂൾ ബോക്സിംഗിൽ സെക്കൻഡ് പ്രൈസ് സംസ്ഥാന തലത്തിൽ നേടാൻ പറ്റിയ കൃഷ്ണപ്രിയ നമുക്ക് സെക്കൻഡ് പ്രൈസ് മേടിച്ചു തന്നു. ഇപ്രാവശ്യം നമ്മൾ 6 കുട്ടികളാണ് ഈ സ്കൂളിൽ നിന്നും ജില്ലാ സ്കൂൾ ഒളിമ്പിക്സിലേക്ക് ബോക്സിങ്ങിന് മത്സരിച്ചത്. നമുക്ക് ഈ 6 കുട്ടികൾക്കും വിവിധ വെയിറ്റ് വിഭാഗത്തിൽ നമുക്ക് ഗോൾഡ് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത്. നമുക്ക് ഈ ഒരു 2 മാസമായിട്ട് നമുക്ക് പ്രതികൂല സാഹചര്യമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരത്ത് മഴയും പ്രാക്ടീസും മുടങ്ങുകയും കുട്ടികളുടെ വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടാവുകയും 3-4 കിലോ കുറയ്ക്കേണ്ടി വന്നു, കുട്ടികൾക്ക് കൂട്ടേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി സഫർ ചെയ്താണ് നമ്മൾ ഈ മത്സരത്തിന് പങ്കെടുത്തത്. പൊതുവെ പ്രാക്ടീസ് നമുക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പങ്കെടുത്ത് നമുക്ക് സംസ്ഥാന തലത്തിൽ 6 പേർക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്.